അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ KVS മിച്ചക്കോയത്തങ്ങൾ അവർകളെ, ബഹുമാനപ്പെട്ട KT എംസം മുസ്ലിയാർ, ബഹുമാനപ്പെട്ട S മുഹമ്മദ് ദാരിമി, ബഹുമാനപ്പെട്ട മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, ബഹുമാനപ്പെട്ട ഹാരിസ് ബാക്കവി, ബഹുമാനപ്പെട്ട പ്രാർത്ഥന നിർവഹിച്ച മുട്ടിൽ ഖത്തീബ് തങ്ങളവറുകൾ, ബഹുമാനപ്പെട്ട സയ്യിദ് മുജീബ് തങ്ങൾ, ബഹുമാനപ്പെട്ട വേദിയിലുള്ള മറ്റ് പണ്ഡിതന്മാരെ, നല്ലവരായ മാലിന്യങ്ങളെ, മറ്റ് സഹോദരങ്ങളെ, വളരെ അനുഗ്രഹീതമായ ചടങ്ങിലാണ് നാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജമിഅത്തുൽ മുഅല്ലിമീൻ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ആദർശ ക്യാമ്പയിൻ്റെയും സുപ്രഭാതം ക്യാമ്പയിൻ്റെയും ജില്ലാതല ഉദ്ഘാടന വേദിയിലാണ് നാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജമിഅത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായി സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സംസ്ഥാന തലത്തിൽ ഇങ്ങനെ ആദർശ ക്യാമ്പയിൻ അസ്റാത്തുൽ മുസ്തഖീം എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ജില്ലാതല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്നത്. ഒരു നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചിട്ടുള്ള സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ ദിവസങ്ങളിലായി കാസർഗോഡ് വെച്ച് നടക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് സമസ്തയുടെ പോഷക സംഘടനകൾ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളും പദ്ധതികളൊക്കെ തന്നെ നടത്തി സമസ്തയുടെ സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി കേരളീയ മുസ്ലിം ഉമ്മത്തിന് യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅയുടെ സന്ദേശങ്ങൾ യഥാർത്ഥ രൂപത്തിൽ തന്നെ വ്യതിയാനങ്ങളില്ലാതെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന മഹിതമായ സംഘടനയാണ്. അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പ്രസിദ്ധമായ ദീൻ ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വരികയും അതുകൊണ്ട് തന്നെ യഥാർത്ഥ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഭാഗ്യം ലഭിച്ചവരാണ് കേരളീയ മുസ്ലിം സമൂഹം. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബ് കൊണ്ടുവന്ന മഹിതമായ ആ സന്ദേശം സ്വഹാബാക്കളിലൂടെ താബിഈങ്ങളിലൂടെ നമ്മുടെ കേരളക്കരയിലെത്തുകയും ആ മഹിതമായ സന്ദേശങ്ങൾ ഇവിടെ ആചരിച്ച് അനുഷ്ഠിച്ചു വന്നവരാണ് കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും. എന്നാൽ 1920 കാലഘട്ടങ്ങളിൽ ലോകത്ത് ഉടലെടുത്ത വിധേയ ചിന്താഗതികൾ കേരളത്തിലേക്ക് കടന്നു വരികയും തുടർന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ ഭിന്നിപ്പിൻ്റെ വിഷവത്തുകളുമായി ഒരു വിഭാഗം ആളുകൾ കടന്നു വന്നപ്പോഴാണ് യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅയുടെ സന്ദേശങ്ങൾ കേരളീയ മുസ്ലിം സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മഹാന്മാരായ സാദാത്യങ്ങളുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ രൂപീകരിച്ച മഹിതമായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്നുള്ളത്. മുരക്കൽ മുല്ലക്കോയത്തങ്ങളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയൊക്കെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഈ മഹിതമായ പ്രസ്ഥാനം യഥാർത്ഥ അഹ്ലു സുന്നയുടെ സന്ദേശങ്ങൾ കേരളത്തിലെ മുക്കിലും മൂലയിലുമൊക്കെ തന്നെ എത്തിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ചവരാണ്. വിധേയ സംഘടനകളുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ ആ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാർക്കും സാദാത്യങ്ങളുടെയും കൂട്ടായ്മയിലൂടെ സാധ്യമായി എന്നുള്ളതാണ് ഇന്നും കേരളത്തിൽ അജയ്യമായി കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അംഗീകരിക്കുന്ന മഹിതമായ പ്രസ്ഥാനമായി സമസ്ത കേരള ജമിഅത്തുൽ ഉലമ അജയ്യമായി നിലനിൽക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത് അള്ളാഹു അനുഗ്രഹിച്ച മഹിതമായ പ്രസ്ഥാനമാണ്.
കാരണം ഈ മഹിതമായ പ്രസ്ഥാനം രൂപീകരിച്ചത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ മറ്റ് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. അള്ളാഹുവിൻ്റെ ദീൻ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ അരിഫീങ്ങളായ പണ്ഡിത മഹത്തുക്കളും സാദാത്യങ്ങളും അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടായി എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിന് പേരുള്ളത്. ആ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ കണ്ണികളായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ തന്നെയാണ് നാം അടിയുറച്ചു നിൽക്കേണ്ടത്. ഇവിടെ വിധേയ ചിന്താഗതി നമുക്കറിയാം. വിധേയ സംഘടനകൾ രൂപീകരിച്ചത് മുൻഗാമികളായ മഹത്തുക്കളൊക്കെ തന്നെ മുശ്രിക്കുകളായി ചിത്രീകരിച്ചുകൊണ്ട് അവരൊക്കെ തന്നെ വഴി പിഴച്ചവരാണ് എന്നുള്ള പ്രചരണങ്ങളിലൂടെയാണ്. അതിനവർ തിരഞ്ഞെടുത്തത് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണ്. വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളെ അടർത്തിയെടുക്കുകയും ഹദീസുകൾക്ക് തെറ്റായ വ്യാഖ്യാനം നൽകാനും അതിലൂടെ മുസ്ലിം ഉമ്മത്തിനിടയിൽ ഭിന്നിപ്പിൻ്റെ വിഷവിത്തുകളുമായി കൊണ്ടാണ് വിധേയ സംഘടന കടന്നു വന്നത്. അവരുടെ വാദഗതികളെ തകർക്കാൻ മഹത്തുക്കളായ സാത്വികന്മാരായ പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ള പ്രസ്ഥാനമാണ്. അപ്പോൾ അവരുടെ ആ പ്രവർത്തനങ്ങളാണ്, അവരുടെയൊക്കെ തന്നെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളാണ് ഈ മഹിതമായ പ്രസ്ഥാനത്തിന് ഇത്രമാത്രം അംഗീകാരം കിട്ടാൻ സാധ്യമായിട്ടുള്ളത്. തൻ്റെ സമുദായം 73 വിഭാഗമായി മാറുമെന്നും അവരൊരു വിഭാഗം മാത്രമാണ് യഥാർത്ഥ വിശ്വാസിയിൽ വിജയികളെന്നും അല്ലാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരാണ് യഥാർത്ഥ വിശ്വാസം ചോദിക്കപ്പെട്ടപ്പോൾ താനും തൻ്റെ സ്വഹാബാക്കൾ ഏത് മാർഗമാണോ അവലംബിച്ചിട്ടുള്ളത് അവരെ പിൻപറ്റുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ വിജയികളെന്നാണ് അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്. ആ മഹിതമായ പാതയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുറുകെ പിടിക്കുന്നത്. കാരണം ഇവിടെ വിധേയ ആശയക്കാർ അവർ മുൻഗാമികളൊക്കെ തന്നെ മുശ്രിക്കുകളെ ചിത്രീകരിക്കുന്നത്, അവർക്കത്തെ വഴി പേച്ചവരാണ് എന്ന സന്ദേശമാണ് നൽകുന്നത്. അവരെ പിൻപറ്റേണ്ടവരില്ല എന്നാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മോട് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഹബീബിനെയും ഹബീബിൻ്റെ സ്വഹാബാക്കളെയും താബികളെയും പിൻപറ്റുന്നവരാണ് യഥാർത്ഥ വിശ്വാസികളെന്നാണ്. ആ മഹിതമായ പാതയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുറുകെ പിടിക്കുന്നത്. ഒരു നൂറ്റാണ്ട് പ്രവേശിച്ചിട്ടും ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിച്ച ആശയാദർശങ്ങളിൽ ഒരു തിരുത്തലുകൾക്ക് വിധേയമാവേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ടുള്ളത്. മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇവിടെ കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ ഭിന്നിപ്പിൻ്റെ വിഷയത്തിലൂടെ കടന്നു വന്ന ആ സംഘടനകളൊക്കെ തന്നെ അവർ ഉയർത്തിപ്പിടിച്ച ആ സന്ദേശങ്ങളിൽ വ്യതിചരിച്ചതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പലരും സമസ്ത ഉയർത്തിപ്പിടിച്ച സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളിലേക്ക് പല ഘട്ടങ്ങളിലായി കടന്നു വന്നത് നാം ഉയർത്തിപ്പിടിച്ച സന്ദേശത്തിൻ്റെ വിജയവും അംഗീകാരവും തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാം യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെയാണുള്ളത്, യഥാർത്ഥ പന്താവിലാണുള്ളത്. ഈ മഹിതമായ പാതയാണ് നാം മുറുകെ പിടിക്കേണ്ടതും ഈ സന്ദേശങ്ങൾ കേരളീയ മുസ്ലിം ഉമ്മത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അത് ഏറ്റവും കൂടുതൽ അതിന് പ്രവർത്തിക്കാനും സന്ദേശങ്ങൾ സമൂഹത്തിൽ എത്തിക്കാനൊക്കെ തന്നെ കഴിയുന്നവരാണ് മാലിന്യങ്ങളായ നിങ്ങളൊക്കെ തന്നെ. വളർന്ന വിദ്യാർത്ഥി സമൂഹത്തിന് മതവിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ അവരിലേക്ക് എത്തിക്കുന്നതിലും അവരെ ബോധവൽക്കരിക്കുന്നതിലൊക്കെ തന്നെ നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ എന്തുകൊണ്ട് ധന്യമാണ്. നമ്മുടെ ഉത്തരവാദിത്തം അതാണ്, അള്ളാഹുവിൻ്റെ ദീൻ സമൂഹത്തിലേക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മിൽ ഏൽപ്പിക്കപ്പെടുന്ന നമ്മുടെ മക്കൾ അവരെ നേർവഴിയിലേക്ക് വളർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം ബാധ്യതയാണ്. രക്ഷിതാക്കൾ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തം മദ്രസയിലൂടെ മാലിന്യങ്ങൾ നിർവഹിക്കപ്പെടുമ്പോൾ നമ്മിൽ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തം നിർവഹിക്കാനും സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ പരിശുദ്ധമായ ദീൻ ഇസ്ലാം സന്ദേശങ്ങൾ അവരിലേക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതവും സംശുദ്ധമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ നമുക്ക് ഏത് രംഗത്തും വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. ആ രീതിയിൽ ഇഖ്ലാസോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കണം. മാലിന്യം സേവനം എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത സേവനമാണ് അധ്യാപനം എന്നുള്ളത്. ഞാനും ഒരു അധ്യാപകനാണ് എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അധ്യാപനം എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമായ പ്രവർത്തനമാണ്. ദീനി വിജ്ഞാനം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നവരാണ് മാലിന്യങ്ങളായ നിങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനും അതുപോലെ തന്നെ കാലഘട്ടം ഓരോന്ന് കഴിയുമ്പോഴും
വലിയ വലിയ വെല്ലുവിളികളാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അത് നിരാസവും യുക്തിവാദവും ലിബറൽ ചിന്താഗതികളും സ്വതന്ത്രവാദങ്ങളൊക്കെ തന്നെ ഇന്ന് സമൂഹത്തിൽ വളരുകയും അത് കലാലയങ്ങളിലൂടെ അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മദ്രസയിൽ വരുന്ന വിദ്യാർത്ഥികൾ അവർ വഴിപേച്ചു പോകാതെ അവരിലേക്ക് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൽ സന്ദേശം നൽകാനും അള്ളാഹുവിനേക്ക് തിരിച്ചറിവ് നൽകാനും സാധിക്കണം. പ്രതിസന്ധികളും അതുപോലെ തന്നെ പ്രലോഭനങ്ങളും നമ്മുടെ മക്കളെ വഴിതെറ്റിപ്പിക്കരുത്. കൂട്ടുകെട്ടും സാഹചര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഒളിച്ചോട്ടങ്ങൾക്കും ലഹരിയിലേക്കും ലൈംഗികതയിലേക്കും ഒക്കെ തന്നെ വഴിമാറ്റുമ്പോൾ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രലോഭനത്തിലും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാനുള്ള ധർമ്മബോധം നൽകാൻ നമ്മുടെ മക്കൾക്ക് ദീനി വിദ്യാഭ്യാസം നൽകുന്നതിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും അതുപോലെ തന്നെ മതബോധമില്ലാത്ത സമൂഹത്തെ സ്വപ്നം കാണുന്ന ഈ കാലഘട്ടത്ത് അത്തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് നമ്മുടെ ഏൽപ്പിക്കപ്പെടുന്ന മക്കൾ അത് വഴി തെറ്റാതെ ജീവിക്കാനുള്ള ആത്മീയമായ ബോധവൽക്കരണം നടത്താനും സാധിക്കണം. അള്ളാഹുവിനേക്കൊരു തിരിച്ചറിവാണ് നന്മയിലേക്ക് നയിക്കുന്ന പ്രധാനമായിട്ടുള്ള ഘടകം. ആ തിരിച്ചറിവ് നന്മയേത് തിന്മയേത് എന്ന് വേർതിരിച്ചറിഞ്ഞ് നന്മ തിരഞ്ഞെടുക്കാനുള്ള മനസ്സും ചിന്തയുമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത്. അതിന് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തേണ്ടവരാണ് മൗലികങ്ങളായിട്ടുള്ളത്. അതുകൊണ്ട് ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമ്മുടെ മക്കൾക്ക് ദീനി വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം തന്നെ അവരുടെ തിരിച്ചറിവ് കൂടി നൽകിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസികളാക്കി മാറ്റുന്നത് കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഉത്തരവാദിത്വമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം രൂപീകരിച്ചത് തന്നെ യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് ജമാഅത്ത് സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മതബോധമില്ലാത്ത സമൂഹത്തെ വളർത്തുന്ന ഈ സാഹചര്യത്തിൽ അതിനെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്താനും മതബോധമുള്ള യഥാർത്ഥ വിശ്വാസികളായി നമ്മുടെ മക്കൾ വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹം ഉയർന്നു വരാനുമുള്ള കാര്യക്ഷമമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അതുപോലെ തന്നെ വിധേയി ചിന്താഗതി കടന്നു വരുമ്പോൾ അതിനെതിരെ ശക്തമായ ഇടപെടലുകളും പ്രവർത്തനങ്ങൾക്ക് നടത്തിക്കൊണ്ട് ആത്മാർത്ഥമായ പ്രവർത്തനം നടത്താൻ സാധിക്കണം. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ സുപ്രഭാതം ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം കൂടി ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. നമുക്കറിയാം, സുപ്രഭാതം ദിനപത്രം 12 വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 11 വർഷക്കാലമായി കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ വിശ്വാസ്യതയുള്ള ഒരു പത്രമായി കൊണ്ട് സുപ്രഭാതം ദിനപത്രത്തിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തുടക്കത്തിൽ തന്നെ 6 എഡിഷനുമായി സമാനതകളില്ലാതെ മുന്നോട്ട് പോയിട്ടുള്ള ഈ പ്രസ്ഥാനം ഈ പത്രം ഇന്ന് ഒരു വെല്ലുവിളിയിൽ അതിജീവിച്ചുകൊണ്ട് ഓരോ വർഷവും നമുക്ക് മുന്നേറാൻ സാധിച്ചു എന്നുള്ളതാണ്. പൊതുസമൂഹത്തിനിടയിൽ വിശ്വാസ്യതയുള്ള സത്യസന്ധമായ വാർത്തകൾ നൽകിക്കൊണ്ട് ഏവരുടെയും അംഗീകാരം ലഭിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സുപ്രഭാതം നിർവഹിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിജയത്തിന് പിന്നിലുള്ളത്. ആരുടെ മുമ്പിലും സത്യം തുറന്നു പറയാൻ യാതൊരു മടിയുമില്ലാതെ സമൂഹത്തിന് സത്യസന്ധമായ വാർത്തകൾ നൽകുന്നതിലും പൊതുസമൂഹത്തിനിടയിൽ അംഗീകാരം ലഭിക്കാനൊക്കെ ഇതിന് കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രചാരകരായി ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള തീയതികൾ നടക്കുന്ന ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന് കഴിഞ്ഞ കാലങ്ങളൊക്കെ തന്നെ മാലിന്യങ്ങളായിട്ട് നിങ്ങൾ ചെയ്ത സേവനങ്ങളാണ് സുപ്രഭാത ദിനപത്രത്തിൻ്റെ വിജയത്തിന് പിന്നിലുള്ളത്. അതുപോലെ തന്നെ ഈ വർഷവും അതേപോലെ അതിലുപരിയായിക്കൊണ്ട് ഇതിൻ്റെ ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളും നടത്തണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തിച്ച് തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നിരവധി നമ്മുടെ ബന്ധുക്കളുണ്ട്, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഭാര്യ ഭർത്താക്കന്മാർ, സാദാത്യങ്ങൾ, അവർക്കെല്ലാത്തിനും അള്ളാഹു മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റട്ടെ. അവരെ നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നിരവധി രോഗികളുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, മാരക രോഗങ്ങൾ പിടിപെട്ട ആളുകളുണ്ട്, ക്യാൻസർ ബാധിച്ച രോഗികൾ, ഹൃദയ സംബന്ധമായ രോഗികൾ, കിഡ്നി സംബന്ധമായ രോഗികളുണ്ട്, അപസ്മാര രോഗികൾ, മാനസിക രോഗികൾ, ശരീരം കൊഴിഞ്ഞുപോയ രോഗികൾ, ജന്മനാസുഖം ബാധിച്ച ആളുകൾ, ആശുപത്രി കഴിയുന്ന ICUയിൽ കഴിയുന്ന രോഗികൾ, വെന്റിലേറ്റർ കഴിയുന്ന രോഗികളുണ്ട്, അപകടങ്ങളിൽപ്പെട്ടവരുണ്ട്, ചെറുതും വലുതുമായ രോഗമുള്ള ആളുകളുണ്ട്. അവർക്കെല്ലാത്തിനും അള്ളാഹു പൂർണ്ണമായ ശിഫയും സലാം നൽകട്ടെ. ഓപ്പറേഷൻ വിധേയമാകുന്ന രോഗികളുണ്ട്, അവർക്ക് തന്നെ അവരുടെ ഓപ്പറേഷൻ വിജയമായി മാറാനും ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ രോഗങ്ങൾ സുഖപ്പെടാനൊക്കെ തന്നെ അള്ളാഹു അവർക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. കീറിമേൽക്കുന്ന രോഗങ്ങളിൽ നിന്നും കിടപ്പ് രോഗങ്ങളിൽ നിന്നൊക്കെ തന്നെ അള്ളാഹു നമ്മയും അതുപോലെ അപകട മരണങ്ങളിൽ നിന്നൊക്കെ തന്നെ അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെല്ലാം അള്ളാഹു കാത്ത് രക്ഷിക്കും ചെയ്യുമാറാവട്ടെ. നമുക്ക് ഒരു നാഫിയ ഇൽമ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വൃത്തമാഭാഗി തരുമാറാവട്ടെ. മരിക്കുമ്പോൾ കരിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ വരെയും ഉൾപ്പെടുത്തട്ടെ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കാൻ സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇന്നത്തെ പരിപാടിയിലേക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി സഹകരിച്ച ആളുകൾ, ഈ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി സഹകരിച്ച അവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിനും അള്ളാഹു റാഹത്ത് വർക്കത്തും സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. ഈ ക്യാമ്പയിൻ വൻ വിജയമായി തീരാനും സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ 100-ാം വാർഷികം ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഒരു ചരിത്ര സംഭവം മാറാനൊക്കെ എല്ലാം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ സംഗമം സ്വാലിഹ്യം സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആദർശ ക്യാമ്പയിൻ്റെയും അതുപോലെ തന്നെ സുപ്രഭാതം ക്യാമ്പയിൻ്റെയും ഔപചാരിക ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനം കൊണ്ട് നിർവഹിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.